വളരെ പെട്ടെന്ന് പ്രശസ്തിയും പണവും ലഭിക്കുന്നവരാണ് ഇൻഫ്ലുവൻസർമാർ. ഒരു കോർപ്പറേറ്റ് ജീവനക്കാരന്റെ വാർഷിക വരുമാനം ഒരു ഇൻഫ്ലുവൻസർക്ക് മാസങ്ങൾ കൊണ്ട് സമ്പാദിക്കാനാകും. ഒപ്പം സിനിമാ താരങ്ങൾക്ക് ലഭിക്കുന്ന പ്രശസ്തിയും. എന്നാൽ ഈ മേഖലയിലും അതിൻ്റെതായ മോശം വശങ്ങളുണ്ട്. സ്വകാര്യത ഇല്ലാതാക്കുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഒരു പരിചയവും ഇല്ലാത്തവർക്ക് പോലും വളരെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അഭിപ്രായം പറയും. വലിയ ആരോപണങ്ങൾ കേൾക്കാം. ചിലപ്പോൾ കുടുംബത്തെ പോലും വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കും. കേരളത്തിലെ അടുത്ത കാലത്ത് ഒന്നിലേറെ ഫാമിലി വ്ളോഗർമാർ ഇത്തരം വിവാദങ്ങളിൽ അകപ്പെട്ടിട്ടുമുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഇൻഫ്ലുവൻസർമാരുടെ കുടുംബമാണ് അഹാന കൃഷ്ണയുടേത്. സിനിമാ മേഖലയിൽ അഹാനയ്ക്ക് ശ്രദ്ധിക്കപ്പെടാനായില്ല. എന്നാൽ സോഷ്യൽ മീഡിയയിൽ അഹാനയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. അഹാനയുടെ പാത പിന്തുടർന്ന കുടുംബവും സോഷ്യൽ മീഡിയയിൽ കടന്നു വന്നു. ഇന്ന് ഏവർക്കും പ്രിയങ്കരമാണ് അഹാനയുടെ കുടുംബം. എന്നാൽ കടുത്ത ആരോപണങ്ങൾ അഹാനയ്ക്ക് നേരെ വന്ന ഒരു കാലമുണ്ടായിരുന്നു. അഹാന, ദിയ കൃഷ്ണ എന്നിവർക്ക് നേരെയാണ് ആരോപണങ്ങൾ വന്നത്. ഇക്കാര്യം റെഡ്ഡിറ്റിൽ വീണ്ടും ചർച്ചയാണ്. പഠനകാലത്ത് അഹാനയും ദിയയും സഹപാഠികളെ ബുള്ളി ചെയ്തവരാക്കെ പരക്കെ ആരോപണം വന്നിരുന്നു. അഹാനയ്ക്കെതിരെ ഒരിക്കൽ കടുത്ത സൈബർ ആക്രമണം വന്നു. അന്ന് ഇവർക്ക് മറുപടിയുമായി അഹാന ലവ് ലെറ്റർ ടു സൈബർ ബുള്ളിങ് എന്ന പേരിൽ ഒരു വീഡിയോ ഇറക്കുകയും ചെയ്തു. അന്നാണ് അഹാനയ്ക്കും ദിയയ്ക്കുമെതിരെ സോഷ്യൽ മീഡിയയിൽ ആരോപണം വന്നത്. ഇതാണ് റെഡ്ഡിറ്റിൽ വീണ്ടും ചർച്ചയായി മാറിയത്. സ്കൂൾ പഠനകാലത്ത് അഹാനയും ഗ്യാങ്ങും കണ്ടാൽ രണ്ടു പെറ്റതുപോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ബുള്ളി ചെയ്തെന്ന് ഒരു പെൺകുട്ടി പറഞ്ഞിരുന്നു. ഇത്തരം കാര്യങ്ങൾ തന്നെ തകർത്തെന്നും ഇത് കാരണം തെറാപ്പി തേടേണ്ടി വന്നെന്നും ആ പെൺകുട്ടി പറഞ്ഞിരുന്നു. അവൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് കരുതുന്നു. സമാധാനമായ ദിയ കോളേജ് കാലത്ത് ബസ്സിൽ വെച്ച് അപമാനിച്ച് സംസാരിച്ചുവെന്നും റാഗ് ചെയ്തതെന്നും കുറച്ച് പെൺകുട്ടികൾ പറഞ്ഞു. ഈ കുടുംബത്തിന് പണവും പ്രശസ്തിയുണ്ട്. പക്ഷേ ഭൂരിഭാഗം മലയാളിയിൽ നിന്നും ആത്മാർത്ഥമായി ബഹുമാനം ലഭിക്കുന്നില്ല. ഒരാളും സിനിമാ രംഗത്ത് ശോഭിച്ചില്ല, കർമ്മഫലം എന്ന് കരുതുന്നു എന്നാണ് റെഡ്ഡിറ്റിൽ വരുന്ന കമന്റുകൾ. 2020 ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ശബ്ദരേഖകൾ വ്യാപകമായി പ്രചരിച്ചു. അഹാനയുടെയും ദിയയുടെയും പുതിയ ആരാധകർക്ക് അന്നത് ആരോപണങ്ങളെക്കുറിച്ച് അറിയില്ല. അന്ധമായി ഇവരെ ആരാധിക്കും. റെഡ്ഡിറ്റിൽ വിമർശനമുണ്ടായിരുന്നു. അഹാന ഇന്നും അമ്മയുടെ നിർഗുണമായി കാണുന്നവർക്ക് പഴയ കാര്യങ്ങൾ അറിയില്ലെന്ന വാദവുമുണ്ട്.